നമസ്കാരം. സിനിമാ കൊട്ടകയുടെ 2ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂമിയർ സഹോദരന്മാരുടെ കൈകളിൽ നിന്നും പിറവിയെടുത്ത ചലച്ചിത്രം ഇന്ന് ആഗോളതലത്തിൽ വിസ്മയം തീർക്കുന്ന ഒന്നാണ്. ലോക സിനിമാ ചരിത്രത്തിൽ വളരെയധികം ശ്രദ്ധയാകർഷിക്കുകയും ആധുനിക ചലച്ചിത്ര മേഖലകളിലും വർത്തമാനകാലത്തും ശ്രദ്ധേയമാവുകയും ചെയ്ത ഒന്നാണ് ഇറാനിയൻ സിനിമ അഥവാ പേർഷ്യൻ സിനിമ. ഇറാനിയൻ സിനിമയുടെ ആദ്യഘട്ടം രജാ രാജവംശകാലത്ത് ആരംഭിച്ചിരുന്നു എങ്കിലും അത് ഡോക്യുമെൻ്ററികളിൽ മാത്രമായി നിലകൊണ്ടു. 18ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ സാധാരണ ജനങ്ങൾക്കായുള്ള സിനിമകളുണ്ടായി. 1930കളിൽ വിവരണാത്മക രീതിയിലുള്ള സംഗീതം നിറഞ്ഞ സിനിമകളുടെ വരവോടെ ആധുനിക ഇറാനിയൻ സിനിമയ്ക്ക് തുടക്കമായി. 60കളിലും 70കളിലുമായി ഇറാനിയൻ ന്യൂ വേവ് എന്ന ചലച്ചിത്ര പ്രസ്ഥാനം ആരംഭിച്ചു. യാഥാർത്ഥ്യബോധം, മൗനം, സാമൂഹിക വിമർശനം, സ്ത്രീകളുടെ പ്രാധാന്യം, കാവ്യ സ്വഭാവമുള്ള സംഭാഷണങ്ങൾ, കുറഞ്ഞ ചെലവിലുള്ള സിനിമകൾ, ഇത്തരം പ്രത്യേകതകൾ ഇറാനിയൻ സിനിമകളെ ആഗോളതല ശ്രദ്ധ ആകർഷിച്ചു. അബ്ബാസ് കിയാറോസ്താമി, മജീദ് മജീദി, ജാഫർ പനാഹി, മൊഹ്സൻ മക്ബൽബാഫ് തുടങ്ങിയ നിരവധി സംവിധായകർ ഇറാനിയൻ സിനിമകളിലുണ്ട്. അബ്ബാസ് കിയാറോസ്താമി ഇറാനിയൻ സിനിമയിലെ പ്രമുഖ സംവിധായകനാണ്. ലാളിത്യവും യാഥാർത്ഥ്യബോധവും ഉൾച്ചേർന്ന സിനിമകളാണ് അദ്ദേഹത്തിൻ്റേത്. വെറിസ് ഫ്രണ്ട്സ് ഹൗസ്, ക്ലോസപ്പ്, ടേസ്റ്റ് ഓഫ് ചെറി തുടങ്ങിയ ചലച്ചിത്രങ്ങൾ അബ്ബാസിൻ്റെ പ്രശസ്തമായ സിനിമകളാണ്. ഡോക്യുമെൻ്ററി പോലുള്ള ചലച്ചിത്ര ശൈലി, അപൂർവമായ ക്ലൈമാക്സ്, ശബ്ദവും മൗനവും കോർത്തിണക്കുന്ന ശൈലി, കുട്ടികളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കുന്ന നെറേറ്റീവ് പരീക്ഷണങ്ങൾ, പ്രകൃതി സംബന്ധമായ ഇടപെടൽ തുടങ്ങിയ പരീക്ഷണങ്ങൾ ഇറാനിയൻ സിനിമകളെ ലോക സിനിമയിൽ കലാപരമായും തത്വചിന്താപരവുമായ ഇടപെടൽ സൃഷ്ടിച്ചു. മനുഷ്യത്വത്തിന്റെ ചലച്ചിത്രകാരൻ എന്ന നിലയിൽ ഇറാനിയൻ സിനിമയുടെ മുഖ്യധാരയിൽ സ്ഥാനം പിടിച്ച സംവിധായകനാണ് മജീദ് മജീദി. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യന്റെ ആന്തരിക നന്മയെയും ലളിതമായ കഥാസന്ദർഭങ്ങളിലൂടെ ചിത്രീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി സമാനതകളില്ലാത്തതാണ്. 1959 ഏപ്രിൽ 17 ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ജനിച്ച മജീദ് മജീദി ചെറുപ്പം തൊട്ടേ കലാരംഗത്തോട് താല്പര്യം കാണിച്ചു. അഭിനയത്തിലൂടെ സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ച അദ്ദേഹം പിന്നീട് ഹസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും ചെയ്തു തുടങ്ങി. ഈ രംഗത്തെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പിന്നീട് ഫീച്ചർ സിനിമകളിലേക്കുള്ള വഴിത്തിരിവായത്. സംഭാഷണങ്ങൾ കുറച്ച് ദൃശ്യങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും കഥ പറയുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. സ്നേഹം, പ്രതീക്ഷ, ദാരിദ്ര്യം, നഷ്ടബോധം, കുടിയേറ്റം, സാഹോദര്യം, സാമൂഹിക അസമത്വങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയവയെല്ലാം അദ്ദേഹം സിനിമയിലൂടെ അവതരിപ്പിച്ചു. മജീദ് മജീദിയെ ആഗോളതലത്തിലേക്ക് കൊണ്ടുവന്നത് 1997 പുറത്തിറങ്ങിയ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രമാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ നോമിനേഷൻ ലഭിക്കുന്ന ആദ്യത്തെ ഇറാനിയൻ ചിത്രം കൂടിയായിരുന്നു ഇത്. ദാരിദ്ര്യത്തിലും സന്തോഷം കണ്ടെത്തുന്ന സഹോദരങ്ങളായ അലിയുടെയും സാറയുടെയും കഥ പറയുന്ന ഈ സിനിമ ഒരു ജോഡി ചെരുപ്പിനായി അവർ നടത്തുന്ന നിഷ്കളങ്കമായ ശ്രമങ്ങളെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. കുട്ടികളുടെ നിഷ്കളങ്കമായ ലോകത്തിലൂടെ വലിയ ജീവിത പാഠങ്ങൾ നൽകുന്ന ഈ ചിത്രം ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആകർഷിക്കുന്ന ഒന്നാണ്. നഷ്ടപ്പെട്ട ഒരു ജോഡി ചെരുപ്പിനായി ഒരു സഹോദരനും സഹോദരിയും നടത്തുന്ന അന്വേഷണമാണ് ചലച്ചിത്രത്തിൻ്റെ കേന്ദ്ര പ്രമേയം. അവരുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷവും ഈ ഷൂവിനെ ചുറ്റിപ്പറ്റിയാണ്. ഒരു സാധാരണ കഥയെ എങ്ങനെയാണ് അപൂർവവും അസാധാരണവുമായി ദൃശ്യവൽക്കരിക്കുന്നതെന്ന് ഈ സിനിമ പറഞ്ഞു തരുന്നു. സ്കൂൾ സമയത്തിനനുസരിച്ചുള്ള അലിയുടെയും സാറയുടെയും ഓട്ടം ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള സാധാരണക്കാരൻ്റെ പ്രതീകം കൂടിയാണ്. ഓട്ടമത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തുമ്പോഴും മാത്സര്യം നിറഞ്ഞ ജീവിതത്തിൽ അലി നിസ്സഹായനാവുന്നു. സ്വന്തം ജീവിതാവസ്ഥയിൽ ഉഴലുമ്പോഴും തങ്ങളതിനേക്കാൾ ദയനീയമായ മറ്റൊരു ജീവിതാവസ്ഥയ്ക്കു മുന്നിൽ സാറ നിസ്സംഗയാകുന്നു. സ്വന്തം ജീവിതം കനത്ത മഴയിൽ കുതിർന്നിരിക്കുമ്പോഴും മറ്റു ജീവിതങ്ങൾക്ക് കുടപിടിക്കാൻ ശ്രമിക്കുന്ന സാറയിൽ അവസാനിക്കുന്നു സിനിമ. കുട്ടികളുടെ നിഷ്കളങ്കതയും സ്നേഹവും ത്യാഗവും
പ്രതിസന്ധികളിലുള്ള അവരുടെ പോരാട്ട വീര്യവുമെല്ലാം വളരെ ലളിതമായി ഈ ചിത്രം അവതരിപ്പിക്കുന്നു. ഇറാനിയൻ സിനിമയ്ക്ക് ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഈ സിനിമ ജീവിതത്തിൻ്റെ ദുരിതവൃത്തങ്ങളുടെ നരകങ്ങളിൽ നിന്നും ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന ചലച്ചിത്രങ്ങളാണ് 1999 കളേഴ്സ് ഓഫ് പാരഡൈസ്, 2001 ഭാറാൻ, 2008 ദി സോങ് ഓഫ് സ്പാരോസ് തുടങ്ങിയവ. 8 വയസ്സ് മാത്രം പ്രായമുള്ള അന്ധനായ മുഹമ്മദിന് നഷ്ടമാകുന്ന കാഴ്ചകളുടെ മനോഹരമായ ലോകത്തെ ശബ്ദങ്ങളുടെയും സ്പർശനങ്ങളുടെയും മാന്ത്രികതയിൽ വീണ്ടെടുക്കുന്ന കളേഴ്സ് ഓഫ് പാരഡൈസ്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ ജീവിതം പറയുന്ന ഭാറാൻ, ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ വെല്ലുവിളികളെയും പ്രതീക്ഷകളെയും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ദി സോങ് ഓഫ് സ്പാരോസ് തുടങ്ങിയ സിനിമകളിലൂടെ ചലച്ചിത്ര ലോകത്ത് അനിഷേധ്യ സാന്നിധ്യമാവുന്നു മജീദ് മജീദി എന്ന പ്രതിഭ. അദ്ദേഹത്തിന്റെ കാശ്മീർ റഫോൾട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ലോകം കാത്തിരിക്കുന്നു. മജീദ് മജീദിയുടെ കൂടുതൽ സിനിമാ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.